Morning all. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good Good morning. morning. Good morning, ma'am. Laboratory service അല്ലേ അതാണ് നമുക്ക് ഇനി എടുക്കാനുള്ള ഒരു ചാപ്റ്റർ. എല്ലാവരുടെയും കയ്യിലേക്ക് കാണും അല്ലേ ലബോറട്ടറി സർവീസ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ ലബോറട്ടറിയിൽ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ലബോറട്ടറിയിലെ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ വേണ്ടിയിട്ട് സമീപിക്കുന്ന ഒരു ഏരിയ അല്ലെ. ലബോറട്ടറിയിൽ പ്രധാനമായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്താറ്? എന്തൊക്കെ ടെസ്റ്റുകൾ നടത്താറുണ്ട്? ലബോറട്ടറി എന്താന്നുള്ളത് ഓക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ബ്ലഡിന്റെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. പിന്നെ ബ്ലഡ് യൂറിൻ അല്ലെ ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള അല്ലെ ശരീര ദ്രവങ്ങൾ അതായത് എന്തെങ്കിലും എന്തെങ്കിലും ശരീരത്തിൽ നിന്ന് ഉള്ള സാമ്പിളുകൾ എടുത്തിട്ട് ടെസ്റ്റിന് വിധേയമാക്കിയിട്ടാണ് രോഗനിർണയമൊക്കെ നടത്തുന്നത് അല്ലെ. അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് എന്തെങ്കിലും സംതിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തണം അല്ലെ. അപ്പൊ എന്ത് തന്നെയാണ് ഈ കേസ് നമുക്കറിയാം വൈറസിനെ കുറിച്ചിട്ട് അറിയാനോ അല്ലെങ്കിൽ ഫംഗസിനെ കുറിച്ചിട്ട് അറിയാനോ എന്താണെങ്കിലും നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അതിലുള്ള ആ രോഗാവസ്ഥ രോഗനിർണയം നടത്തുക മാത്രമല്ല അത് എന്തുമൂലമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് നമ്മൾ ലാബിലാണ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നത് അല്ലെ. ജസ്റ്റ് നമുക്ക് ആ ഒരു ഏരിയയെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് a medical laboratory or clinical laboratory is a place where tests are done on clinical specimens to get information about the health of a patient to help in the diagnosis, treatment and prevention of diseases. അതായത് നമുക്കറിയാം ഈ ഒരു നമ്മളുടെ ആരോഗ്യം അല്ലെ നമ്മുടെ ആരോഗ്യത്തെ ശരിയായ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത് ലഭിക്കണം അല്ലെ. അതിന്റെ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യേണ്ടത്? സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അല്ലെ. ചിലപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സ് ലക്ഷണങ്ങൾ വെച്ചിട്ട് മെഡിസിൻസ് ഒക്കെ കൊടുത്തയക്കും. തീർച്ചയായിട്ടും 1-2 ദിവസം കൊണ്ട് മാറാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറും. ഇൻ കേസ് വീണ്ടും പേഷ്യൻസ് വരികയാണെങ്കിൽ എന്താണ് അവർ ടെസ്റ്റുകൾക്ക് വിധേയമാകണം എന്ന് പറയും. ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആദ്യം ലക്ഷണങ്ങൾ വെച്ചിട്ട് ഡോക്ടേഴ്സ് മെഡിസിൻ എഴുതും അല്ലെ. അപ്പൊ പിന്നീടായിരിക്കും വീണ്ടും എന്താണ് ഇത് മാറുന്നില്ല മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? ചില കാര്യങ്ങളിലെ ടെസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കും. അപ്പൊ നമുക്കറിയാം ഇതിൽ പറയുന്നത് ലബോറട്ടറി എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ് അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഹെൽത്ത് അല്ലെ പേഷ്യന്റിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് അതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ആയിട്ടുള്ള സ്പെസിമെൻസ്. എന്താണ് ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്? സാമ്പിളുകൾ പരിശോധിക്കുക അല്ലെ. അത് സാമ്പിളുകൾ പരിശോധിച്ചതിന് ശേഷമാണ് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ടു ഹെൽപ്പ് ഇൻ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്. അതായത് നമ്മളിങ്ങനെ സാമ്പിളുകൾ പരിശോധിച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ? രോഗത്തിന്റെ അല്ലെ എന്താണ് രോഗമെന്ന് നിർണ്ണയിക്കാനായിട്ട്. ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രോഗനിർണയത്തിനും പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് അതായത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള മെഡിസിൻസ് അപ്ലൈ ചെയ്യാൻ അല്ലെ. അപ്പൊ അത്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത് ലബോറട്ടറി സർവീസ് പ്ലേസ് അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ ക്ലിയർ ആയോ? എന്താണ് മെഡിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ ആണോ? ആ സെന്റൻസ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചോ? അപ്പൊ നമുക്കറിയാം ഈ രോഗനിർണയം അല്ലെ അത് നടത്തിയാൽ മാത്രമാണ് തുടർ ചികിത്സ ഡോക്ടേഴ്സിനെ പറയാനായിട്ട് അല്ലെ. ഓക്കെ ഒന്നുകൂടി പറയാം. അതായത് നമ്മൾക്ക് ഇതിന്റെ ആ ഒരു മീനിങ് മനസ്സിലാക്കിയെടുക്കാം. ഹെൽത്ത് രോഗിയുടെ ശരിയായ ആരോഗ്യത്തെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയാൽ മാത്രമാണ് അല്ലെ അതിന്റെ ശരിയായ വിവരങ്ങൾ നേടിയെടുക്കാനായിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പിളുകൾ പരിശോധിക്കണം. നമുക്കറിയാം ഡോക്ടറിനെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ വെച്ചിട്ട് അസുഖങ്ങൾ ഇന്നതാന്ന് പറഞ്ഞ് ചിലപ്പോൾ മെഡിസിൻസ് കൊടുക്കാം.
ഇൻ കേസ് അത് വിട്ടുമാറാതെ വരുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അല്ലെ ആരോഗ്യത്തിനെ സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് ഡോക്ടറിന് ബാക്കി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ രോഗിയുടെ പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട അറിവുകൾ വിവരങ്ങള് എന്താണ് സാമ്പിളുകൾ വെച്ച് പരിശോധിക്കാം. അപ്പൊ പരിശോധിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ പരിശോധിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തിനു ഹെൽപ്പ് ആവും? രോഗനിർണയം നടത്താൻ, ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് അല്ലെ, രോഗനിർണയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്, അതായത് നമ്മളെ അസുഖം അത് വരാതിരിക്കാൻ, ഉള്ള അസുഖത്തിനെ തടുത്തു നിർത്താനും വീണ്ടും അസുഖം നമ്മളെ കൂടുതലായിട്ട് വഷളാക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് പറ്റുന്ന ഏരിയയാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു ശരിയായ ആരോഗ്യത്തെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിന് സാമ്പിളുകളിൽ നിന്ന് പരിശോധനകൾ നടത്തുന്ന ഒരു സ്ഥലം. ഇതാണ് വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാല് മനസ്സിലാക്കേണ്ടത്. അതായത് സാമ്പിളുകൾ പരിശോധിച്ചാൽ മാത്രമാണ് രോഗനിർണയം എന്താണെന്നുള്ളത് കണ്ടെത്താനും അല്ലെങ്കിൽ ആ രോഗം വരാതിരിക്കാനായിട്ട് മുൻകരുതൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ എന്താണ് നമുക്ക് നെക്സ്റ്റ് സെന്റൻസിലേക്ക് പോകാം. Medical laboratories differ in size and complexity and so provide different types of testing services. അതായത് ഇതിന്റെ അല്ലെ നമുക്കറിയാം ലബോറട്ടറിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു വലിപ്പം അല്ലെ, അതിൽ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം എല്ലാ തരത്തിലുള്ള സാമ്പിളുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അതിന്റെ ആ സങ്കീർണതയുടെയും അടിസ്ഥാനത്തില് എന്താണ് അത് വ്യത്യസ്ത തരത്തിലുള്ള ടെസ്റ്റിംഗ് സർവീസുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അവിടെ നടക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളാണ്. തന്നെയാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് അല്ലെ. ഇതില് ടെസ്റ്റിംഗ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിക്കൊക്കെയാണ് അല്ലെ. ചിലപ്പോൾ കെമിക്കൽസ് ചില രാസവസ്തുക്കളൊക്കെ റിയാക്ട് ചെയ്ത് അല്ലെ അതൊക്കെ വെച്ചിട്ടൊക്കെയാണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റിംഗ് സർവീസുകൾ അടങ്ങുന്ന ഒരു ഏരിയയാണ് ലബോറട്ടറി എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. The medical laboratory is a part of the laboratory that is equipped with the various biomechanical instruments, equipments, materials, and reagents, chemicals for carrying out different laboratory investigative activities by using biological specimens. അതായത് നമുക്കറിയാം ഇതൊരു അല്ലെ ഒരു എന്തിന്റെ ഭാഗമാണ്? ലബോറട്ടറിയുടെ ഭാഗമാണ് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ഇതില് സാധാരണയായിട്ട് നമുക്കറിയാം മെഡിക്കൽ ലബോറട്ടറിയിൽ എന്താണ് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതേമാതിരി തന്നെ എന്തെങ്കിലും അല്ലെ റിയേജൻസ്, അതായത് നമുക്ക് രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് രാസവസ്തുക്കളൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത് ലബോറട്ടറി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ആ ഒരു അല്ലെ നമുക്ക് രോഗനിർണയം നടത്തുന്നതിനും അല്ലെങ്കിൽ ഡിസീസസ് എന്താണെന്ന് കണ്ടെത്തുന്നതിനും അതിലെന്താണ് അല്ലെ വൈറസ് ആണോ ഫംഗസ് ആണോ എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഏരിയ. അപ്പൊ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അത് കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ അവിടെ വേണം, അല്ലെങ്കിൽ രാസവസ്തുക്കൾ വേണം, അല്ലെങ്കിൽ മറ്റ് അനവധിയായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ വേണം അല്ലേ? ശരിയല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഓക്കെ ടെസ്റ്റിങ്ങും കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ അവിടെ മതിയായ രീതിയിൽ അവൈലബിൾ ആകാം അല്ലെ. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മെഡിക്കൽ ലബോറട്ടറി ഇസ് എ പാർട്ട് ഓഫ് ലബോറട്ടറി that is equipped with the various biochemical instruments, equipments, materials and reagents. അതായത് കെമിക്കൽ പോലെയുള്ള വസ്തുക്കൾ for carrying out different laboratory investigative activities. അതായത് നമ്മുടെ ലബോറട്ടറിയുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെ പരിശോധനകൾ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കളെല്ലാം അവിടെയുണ്ട്. by using biological specimens, നമുക്കറിയാം എന്താണ് ശരിയായിട്ടുള്ള രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടുള്ള സാമ്പിളുകളുടെ പരിശോധനകളാണ് അവിടെ നടത്തുന്നത് അല്ലെ. എന്ത് തരത്തിലുള്ള സാമ്പിളുകളാണ് പ്രധാനമായിട്ട് അവിടെ ഉള്ളത്? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ പോലെ അല്ലെ. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. നമ്മള് സ്പിലേജ് വേസ്റ്റ് പഠിച്ചതാണ് അല്ലെ. എന്തൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ആണുള്ളത്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ്, പ്ലാസ്മ,
ഓക്കെ, ബ്ലഡ്, യൂറിൻ, സെറം, പ്ലാസ്മ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ബോഡി ഫ്ലൂയിഡ്സ് എന്താന്നുള്ള മൈൻഡ് അല്ലെ അതറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് അല്ലെ ടെസ്റ്റിങ് കാര്യങ്ങൾ നടത്തുന്ന അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത് ലബോറട്ടറി ഏരിയ അല്ലെ. അവിടെ ആ പ്ലേസിൽ അതെല്ലാം ഉണ്ടായിരിക്കുന്നത് നമുക്ക് നാച്ചുറലി അറിയാവുന്ന മാറ്റർ തന്നെയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. ലബോറട്ടറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ടെസ്റ്റിംഗ് കാര്യങ്ങളാണ് അവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ടെസ്റ്റിംഗും കാര്യങ്ങളും നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിന് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാനും ഈ അസുഖം വരാതിരിക്കാനുള്ള ഏത് മെഡിസിൻസ് ഒക്കെയാണ് കൊടുക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ടെസ്റ്റുകൾ നടത്താനായിട്ടുള്ള എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും എല്ലാം തന്നെ എവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം, ലാബിൽ ഉണ്ടായിരിക്കണം. അത്തരം വസ്തുക്കൾ മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. then എന്താണ് നമ്മൾ പറഞ്ഞ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ നമ്മുടെ ഫ്ലൂയിഡ്സുകളുടെ കാര്യമാണ് ജസ്റ്റ് ലാസ്റ്റ് സെന്റൻസിൽ. സ്പെസിമെൻസ് എന്നുള്ളത് നമ്മൾക്കറിയാം രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടുള്ള സാമ്പിളുകൾ അല്ലെ. സാമ്പിളുകൾ എന്താണ്? ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ പോലെയുള്ള സംഭവങ്ങൾ അല്ലെ. അതൊക്കെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് രോഗനിർണയങ്ങളൊക്കെ നടത്തുന്നത്. അത്രയാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ സ്റ്റൂൾ എന്ന് പറയുമ്പോൾ അല്ലെ മോഷൻ, നമ്മുടെ സ്റ്റൂൾ എന്ന് പറയുന്നത് മോഷൻ, നമ്മുടെ മലം അല്ലെ, മൂത്രം, മലം എന്നുള്ള രീതി. അത് തന്നെയാണ് യൂറിൻ, സ്റ്റൂള്, എക്സെട്ര. അതെല്ലാം ഓരോ ചിലപ്പോ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ദഹന പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും അതിന്റെയൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. ഇതിനൊരു ചെറിയ നോട്ട് നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടതുണ്ടാവും. അതായത് നോട്ട് ചെയ്യാനായിട്ട് ചെറിയ, കാരണം താഴേക്ക് എന്താണെന്നുള്ളതൊന്നും പ്രത്യേകം എടുത്തു പറയുന്നില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളിവിടെ അല്ലെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഹെമറ്റോളജി എന്താണ്, ഹിസ്റ്റോപാത്തോളജി എന്താണ്, സൈക്കോളജി എന്താണ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതിന്റെ ഒന്നല്ലേ നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ മെമ്മറിയിൽ ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അതിനെ പറ്റുന്ന ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നോട്ട് ബുക്സിലോ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കിയോ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ മെഡിക്കൽ ലബോറട്ടറി. ഓക്കെയാണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. The objectives of a medical laboratory are providing in the customers, physicians and patients. ഓക്കെ, നമ്മളുടെ ലബോറട്ടറിയിൽ നമ്മൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തുമ്പോൾ അതിന്റെ ഫലങ്ങൾ ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുക? അത് തന്നെയാണ് ഇവിടെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യമായിട്ട് പറയുന്നത്. നമുക്കറിയാം രോഗനിർണയം നടത്താനായിട്ട് ഡോക്ടേഴ്സിന്, ഫിസിഷ്യൻസിന് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് അല്ലെ. അപ്പൊ പേഷ്യൻസിനും അതേമാതിരി തന്നെ ഫിസിഷ്യനും പ്രാധാന്യമായിട്ട് ഇത് ആവശ്യമാണ് അല്ലെ. രോഗനിർണയം എന്താണ്, അല്ലെങ്കിൽ ആ രോഗം വരാതിരിക്കാനായിട്ട് ഏത് മെഡിസിൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും അത് ഡോക്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ റിസൾട്ടിന്റെ അല്ലെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതുമാതിരി തന്നെ പേഷ്യൻസിന് ഗുണം ചെയ്യും. ആ ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്ന മെഡിസിൻസ് കഴിക്കുമ്പോൾ അവർക്ക് രോഗങ്ങൾ ഭേദമാകാനായിട്ട് സാധിക്കും. അപ്പൊ പ്രധാനമായിട്ടും അതിന്റെ ലക്ഷ്യം കിട്ടുന്നത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിനും ഫിസിഷ്യൻസിനും ഡോക്ടേഴ്സിനുമാണ്. Then exact results which share a clinical treatment. നമുക്കറിയാം അതിന്റെ അല്ലെ റിസൾട്ട് എന്ന് പറയുന്നത് ചികിത്സ പങ്കിടുന്ന ഫലങ്ങൾ അല്ലെ. ചികിത്സ നടത്തുമ്പോൾ ഡോക്ടർ നല്ല രീതിയിലുള്ള മെഡിസിൻസ് ആണ് കുറിച്ച് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗിക്ക് അതിന്റെ ഫലം കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം ടെസ്റ്റിങ്ങിന് വിധേയമാകുമ്പോൾ ഇന്ന രോഗങ്ങളാണെന്ന് കണ്ടെത്തുകയും അതിനനുസൃതമായിട്ട് ഡോക്ടർ കുറിച്ച് കൊടുക്കുന്ന മെഡിസിൻസ് അല്ലെ അത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും രോഗിക്ക് അസുഖം ഭേദമാക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്? സക്സസ് ആണ് അല്ലെ. ശരിയല്ലേ?
അതാണ് ആ സെന്റൻസിൽ പറയുന്നത്. എക്സാക്ട് റിസൾട്ട് വിച്ച് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിനോട് കൂടിയിട്ടാണ് അതിന്റെ എക്സാക്ട് ഫലം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ലബോറട്ടറി എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ തീർച്ചയായിട്ടും പ്രധാനമായിട്ട് നടത്തുന്നത് എന്താണ്, രോഗനിർണയവും രോഗം വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള നടപടികൾ, അല്ലെ, അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്. തീർച്ചയായിട്ടും അത്, അല്ലെ, അതിന്റെ റിസൾട്ട് ഫലം കാണുന്നത് എന്താണ്, മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ മാറുകയാണെങ്കിലാണ് അതിന്റെ റിസൾട്ട് നമുക്ക് സക്സസ് ആണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഒബ്ജക്ട്സ്, അല്ലെ, തീർച്ചയായിട്ടും ഫിസിഷ്യനും പേഷ്യൻസിനുമാണ് ഗുണം ചെയ്യുന്നത്. ഫിസിഷ്യന് ആ റിസൾട്ടുകൾ മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് രോഗം കണ്ടെത്താനും അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് അവർക്ക് നിർദ്ദേശിക്കാനും സാധിക്കും. പേഷ്യൻസിനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്ടർ കുറിച്ച് തരുന്ന മെഡിസിൻ അനുസരിച്ച് കഴിച്ച് അവർക്ക് രോഗം ഭേദമാകാനായിട്ടും സാധിക്കുന്നു. ഓക്കെ, നമുക്കപ്പോ ലബോറട്ടറി എന്ന് പറയുന്ന ആ ചെറിയ ഏരിയയെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റാത്ത എല്ലാ സംഭവങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കും, അല്ലെ. നമുക്ക് ഡോക്ടറിനെ ജസ്റ്റ് ലക്ഷണം കൊണ്ട് മാത്രം കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് ടെസ്റ്റിങ്ങും കാര്യങ്ങൾക്ക് വിധേയമാക്കിയിട്ട് കണ്ടെത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫങ്ഷണൽ ഡിവിഷൻസ്, അല്ലെ, ലബോറട്ടറിയിലെ ലാബിലെ സർവീസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലാബ് സർവീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിവിഷൻസ്. 5 ഡിവിഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. അങ്ങനെ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഓരോന്നും കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ക്ലിനിക്കൽ പാത്തോളജിയും ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഇവിടെ കുറച്ചും കൂടി എന്താണ് അതിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അതിന്റെ ഹെഡ്ലൈനാണ് തന്നിരിക്കുന്നത്. എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം ബ്ലഡ് ബാങ്കും യൂറിൻ അനാലിസിസ്, നമുക്കറിയാം യൂറിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങൾ. ബ്ലഡ് ബാങ്കിലാണെങ്കിലും അവിടെ അതെ ബ്ലഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വിവിധ തരത്തിലുള്ള ബ്ലഡ്, അല്ലെങ്കിൽ ബി പോസിറ്റീവ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ജസ്റ്റ് ഈ ഒരു 3 ഏരിയ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് എന്താണെന്നുള്ളത് പറഞ്ഞു പോകാം. ഓക്കെ, ഇതില് പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസും കൊടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി എന്താണെന്നുള്ളത് ഐഡിയ വേണം, അല്ലെ. നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഫസ്റ്റ് വരുന്നത് ക്ലിനിക്കൽ പാത്തോളജിയാണ്, അല്ലെ. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശരീരത്തിന്റെ സ്രവങ്ങൾ, നമ്മൾ ഫ്ലൂയിഡ്സിന്റെ കാര്യം പറഞ്ഞു, അല്ലെ. ശരീര സ്രവങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഒക്കെ ചെയ്തു. ശരീര സ്രവങ്ങളില് പല കാര്യങ്ങളുണ്ട്. ടിഷ്യൂ, ബ്ലഡ്, യൂറിനും സെല്ലുകളെല്ലാം, അല്ലെ, എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ക്ലിനിക്കൽ പാത്തോളജിയിൽ പെടുന്നതാണ്. അപ്പൊ അതില് ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, പ്രോട്ടീൻ പാത്തോളജി ആയിട്ട് പ്രത്യേകം എന്തെങ്കിലും പറയുന്നുണ്ട്. ഇത് എന്താണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് രോഗനിർണയം അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളും നോക്കിക്കഴിയുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഈ അസുഖം വരാനുള്ള കാരണങ്ങൾ എന്നിവ മനസ്സിലാക്കാനായിട്ട് വൈദ്യശാസ്ത്രത്തിനെ സഹായിക്കുന്ന ഒരു ഇതാണ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. അതായത് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബോഡി ഫ്ലൂയിഡ്സിൽ എന്തൊക്കെ പെടുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, അല്ലെ. ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എക്സാമ്പിൾ സഹിതം പഠിച്ചതാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് രോഗനിർണയം, ലക്ഷണങ്ങൾ, കാരണങ്ങൾ എന്നിവ മനസ്സിലാക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സ്, അതെ, ഫ്ലൂയിഡ്സ് വെച്ചിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തുമ്പോൾ എന്ത് രോഗമാണ് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ ലക്ഷണമാണ് വരാനിരിക്കുന്ന എന്തോ വലിയ രോഗത്തിന്റെ ലക്ഷണമാണ് ഈ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കാരണം കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് വോമിറ്റിംഗ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഫീവർ വന്നിരിക്കുന്നത്, എന്താണോ, അല്ലെ, എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈദ്യശാസ്ത്രത്തിനെ സഹായിക്കുന്ന ഒരു ഇതിനെയാണ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. ഇനി അതിൽ നമുക്ക് ക്ലിനിക്കൽ പാത്തോളജിയിൽ നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ബ്ലഡ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ യൂറിൻ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ സ്റ്റൂൾ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ഒരേപോലെ നമുക്കറിയാം ചിലത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് 1-2 മാറ്റേഴ്സ് ചിലപ്പോൾ ഒന്നിച്ച് ടെസ്റ്റ് ചെയ്ത് വരാനായിട്ടൊക്കെ പറയും. പക്ഷെ മിക്കപ്പോഴും, അല്ലെ, നമുക്ക് അതിൽ നിന്ന് എന്താണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ 1-2 കാര്യങ്ങൾ റൊട്ടീൻ ടെസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി വിടുന്നത്, അല്ലെ. അപ്പൊ അതില് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക്
ഇപ്പോ ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹെമറ്റോളജി നടത്തുക അല്ലെ, ഹെമറ്റോളജി ടെസ്റ്റിങ്ങിന് ബ്ലഡുമായി ബന്ധപ്പെട്ട. അപ്പൊ ഹെമറ്റോളജിയിൽ നമുക്കറിയാം ബ്ലഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഹെമറ്റോളജി എന്നുള്ള ആ ഒരു കാര്യം. ഇപ്പൊ ഹെമറ്റോളജിയിൽ ബ്ലഡുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യാം? ചിലപ്പോഴൊക്കെ RBC അല്ലെങ്കിൽ WBC അല്ലെങ്കിൽ HB അല്ലെ, നമ്മുടെ എന്താണ് ഹീമോഗ്ലോബിന്റെ എത്രത്തോളം കൗണ്ട് ഉണ്ട്, ഇൻഫെക്ഷൻസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ അത് നമ്മൾ സാധാരണയായിട്ട് ടെസ്റ്റ് ചെയ്യും അല്ലെ. അപ്പോ അതിന്റെ ആ ഒരു കൗണ്ട് ചിലപ്പോ ചിലർക്കൊക്കെ എന്താണ് RBC കൂടുതലായിരിക്കും, അല്ലെങ്കിൽ WBC ഒക്കെ പ്ലേറ്റ്ലെറ്റിന്റെ അളവൊക്കെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അത് കൂടുതലാവുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇതിന് ചാൻസ് അല്ലെ ഉണ്ട്, ഇതിന്റെയൊക്കെ ലക്ഷണങ്ങളാണ് അത് കാണിക്കുന്നതെന്നൊക്കെ ഡോക്ടറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവര് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്കറിയാം മിക്കപ്പോഴും HB ഒക്കെ കുറഞ്ഞിരിക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ അത് മിക്കപ്പോഴും അതുകൊണ്ടായിരിക്കാം ഈ രോഗത്തിന്റെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും പിടിപെടാനൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണമൊക്കെ അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർ HB ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയും. പറയാറില്ലേ? അപ്പൊ അത് അതിന്റെ ആ HBയുടെ നമുക്കറിയാം ഓരോരുത്തർക്കും ഇത്രയും ലിമിറ്റ് അല്ലേ, പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഇത്രയും ലെവല് HB കാണേണ്ടതാണ്. അതിന്റെ കുറവ് എന്താണെന്നുള്ളത് പിന്നെ അടുത്ത സ്റ്റെപ്പ് അല്ലെ, അടുത്ത സ്റ്റെപ്പായി എന്തുകൊണ്ടാണ് ചിലപ്പോൾ അത് കുറഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിച്ച് വൈറ്റമിൻ മെഡിസിൻസും കാര്യങ്ങളും ഭക്ഷണക്രമത്തിലൊക്കെ ഒരു കൃത്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞായിരിക്കും. ഇതെല്ലാം അതനുസരിച്ചിട്ട് കൂടുതലുണ്ടെങ്കിൽ ഒക്കെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെക്ക് ചെയ്യാം അല്ലെ, അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഇതെല്ലാം കൊടുത്തിട്ടും മാറ്റങ്ങൾ വരുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും പിന്നെ എന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഡോക്ടേഴ്സ് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് അല്ലെ, അപ്പൊ ഈ ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ WBC ആവാം, അല്ലെങ്കിൽ അതായത് വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ച്, അല്ലെങ്കിൽ RBC അല്ലെ റെഡ് ബ്ലഡ് സെൽസിനെ കുറിച്ച്, തന്നെ HB എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താനായിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള സ്റ്റഡി നടത്തുന്നതാണ് ഹെമറ്റോളജി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയോ? ക്ലിനിക്കൽ പാത്തോളജിയിൽ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള അല്ലെ ശരീരത്തിന്റെ ദ്രവങ്ങൾ, എല്ലാ തരം ശരീര സ്രവങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റിങ് കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കിയിട്ട് രോഗനിർണയമൊക്കെ നടത്തുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന 1-2 ഭാഗങ്ങൾ അല്ലെ. ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ ബ്ലഡുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ടെസ്റ്റിങ്ങുകൾ. ഇതിൽ എന്താണ് ഹിസ്റ്റോപാത്തോളജി? നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമുക്ക് രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ടിഷ്യൂവിന്റെ പഠനമാണ്. ടിഷ്യൂക്കൾ അല്ലെ, ഓക്കെ, ടിഷ്യൂവിന്റെ പഠനമാണ്. അതായത് ചിലപ്പോഴൊക്കെ ചില ആരോഗ്യ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ആന്തരിക ക്ഷതങ്ങളോ എന്തെങ്കിലും അല്ലെ, നമുക്കറിയാം അത് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് ചിലപ്പോൾ ലക്ഷണങ്ങൾ കൊണ്ടൊന്നും ജസ്റ്റ് കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് അല്ലെ, ആന്തരിക ക്ഷതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടാണോ ഈ ലക്ഷണങ്ങൾ വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടിഷ്യൂവിനെ കുറിച്ചിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ സെല്ലുകളൊക്കെ കൂടിച്ചേരുമ്പോഴാണ് ടിഷ്യൂകൾ രൂപങ്ങൾ, അതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ ടിഷ്യൂവിനെ കുറിച്ചിട്ട് നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് അത് ഇന്ന ഭാഗത്തെ എന്തൊക്കെയോ ക്ഷതത്തിന്റെ വല്ല പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യം, നേരത്തെ കുട്ടിയുള്ള വൈകല്യങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു ചാൻസ് ഉള്ളത് എന്നുള്ളതൊക്കെ ഡോക്ടറിന് നേരത്തെ കുട്ടി കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസസ് ഓഫ് ടിഷ്യൂസ് അല്ലെ. ടിഷ്യൂവിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്തിനു വരുന്നത്? ഹിസ്റ്റോപാത്തോളജി. നേരത്തെ ഹെമറ്റോളജി പറഞ്ഞു സ്റ്റഡി ഓഫ് ബ്ലഡ് അല്ലെ, ബ്ലഡിനെ കുറിച്ചിട്ടുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ഹെമറ്റോളജി. നെക്സ്റ്റ് നോക്കാം സൈറ്റോളജി. സൈറ്റോളജി എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്? ഓക്കെ, കോശങ്ങളെ കുറിച്ചിട്ട്, ഓക്കെ, സെല്ലിനെ കുറിച്ചിട്ടുള്ള പഠനം. ഓക്കെ, അപ്പൊ കോശങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈറ്റോളജിയിൽ വരുന്നത്. അപ്പൊ ആ കോശങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ, ചില സെല്ലുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ, അങ്ങനെ ഉള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഡോക്ടറിന് മനസ്സിലാവും ഓക്കെ ഇതിന് എന്തോ സംതിങ് പ്രോബ്ലം ഉള്ളതാണ്, ഈ ഒരു സെല്ലിന്റെ ഡാമേജ് കൊണ്ടാണ് ഈ വ്യക്തിക്ക്. നമുക്കറിയാം ചില സെല്ലുകളുടെ ചെറിയ അകൽച്ച പോലും ചില രോഗങ്ങൾക്ക് ഭയങ്കര വലിയ കാര്യങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ അത് ചിലപ്പോഴൊക്കെ നമ്മുടെ ബ്രെയിനിലെ സെല്ലുകൾക്കൊക്കെ ചെറിയ അകൽച്ചയൊക്കെ വന്നാൽ ചിലപ്പോൾ ഓർമ്മക്കേട് വരാൻ ചാൻസുകളുണ്ട് അല്ലെ.
അപ്പൊ അത് എല്ലാത്തരം ലക്ഷണങ്ങളും കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അപ്പൊ സൈറ്റോളജി പോലെയുള്ള ടെസ്റ്റിങ്ങൾ അല്ലെ, അത് ആ ഒരു ചെറിയ സെല്ലുകളെ എടുത്ത് നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത് കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കുമല്ലോ. എന്താണ് നെക്സ്റ്റ് നോക്കാം. ഇതിന്റെ മറ്റൊരു ഇത് പറയുന്നത് പ്രോട്ടീൻ പാത്തോളജി. സാധാരണയായിട്ട് നമുക്കറിയാം പ്രോട്ടീൻ ടെസ്റ്റ് നടത്തുമ്പോൾ ചിലപ്പോ അല്ലെ ബ്ലഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നിച്ച് നമുക്കറിയാം WBC, RBC, HB ഒക്കെ ഒന്നിച്ച് നോക്കാറുണ്ട് അല്ലെ. ഒന്നിച്ച് നോക്കി കഴിയുമ്പോൾ അവിടെയൊക്കെ എന്തിന്റെങ്കിലും അല്ലെ റേഡിയേറ്റി ഒക്കെ കൂടുതലാണോ, ESR കൂടുതലാണോ എന്നൊക്കെ ടെസ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായ മറ്റ് അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് അവർക്ക് പോകാനായിട്ട് ഡോക്ടേഴ്സിന് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയുള്ള റുട്ടീൻ പാത്തോളജി അത് എപ്പോഴും പേഷ്യൻസിന് നിർദ്ദേശിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ചില പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ റുട്ടീൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകേണ്ടതുണ്ട്. കാരണം അവരുടെ ESR, HB ഒക്കെ ലെവൽ കയറിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ചില പേഷ്യൻസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരില്ലേ, റുട്ടീൻ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലേ? അപ്പൊ നമുക്ക് റുട്ടീൻ പാത്തോളജിയിൽ പ്രധാനമായിട്ടും ഒന്നും പറയുന്നില്ല. അതായത് റുട്ടീൻ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത്. അതായത് നമ്മളിപ്പോ ചില ടൈമിന് മാത്രമല്ല ആവർത്തിച്ച് അല്ലെ ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഒരു മാസം കഴിയുമ്പോഴൊക്കെ ഈ ഒരു ഹെമറ്റോളജി പോലെയുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരുന്നു. തൈറോയിഡ് പോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം. നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുണ്ട്. അതിലെ ക്ലിനിക്കൽ മൈക്രോബയോളജി എന്നുള്ളതാണ് നെക്സ്റ്റ് പാർട്ട്. ആ ക്ലിനിക്കൽ പാത്തോളജി നമ്മൾ ജസ്റ്റ് കണ്ടു. ക്ലിനിക്കൽ പാത്തോളജിയിൽ നമ്മൾ കണ്ടു ഹെമറ്റോളജിയും ഹിസ്റ്റോപാത്തോളജിയും സൈറ്റോളജിയും അല്ലെ, കോശങ്ങളെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ എന്താണ് നമ്മുടെ ടിഷ്യൂവിനെ കുറിച്ചിട്ടും തന്നെ ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട ജസ്റ്റ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ജസ്റ്റ് അത്രയും ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കണമെന്നില്ല, എന്നാലും കുറച്ചെങ്കിലും നമ്മൾ അറിയണം അല്ലെ. എന്താണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലൂയിഡ്സുകളുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് അത് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. പിന്നെ ഓരോ ഏരിയ അല്ലെ ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി എന്നൊക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റിംഗ് കാര്യങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കി. നെക്സ്റ്റ് നോക്കാം ക്ലിനിക്കൽ മൈക്രോബയോളജി. ഇതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ജസ്റ്റ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടു അല്ലെ. അപ്പൊ ഇങ്ങനെ നടത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് വിവരങ്ങൾ അല്ലെ നമ്മുടെ ശരീരദ്രവങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇങ്ങനെ പരിശോധന നടത്തിയിട്ട് നമ്മൾ അത് വിശകലനം ചെയ്യുമ്പോൾ ഡോക്ടർ പിന്നെ നിർദ്ദേശിക്കുകയാണ് ഓക്കെ എങ്കിൽ നമുക്ക് കുറച്ചും കൂടി അല്ലെ ഈ പനി എനിക്ക് ചാൻസ് ചില ബാക്ടീരിയകളാണ്, ചില വൈറസ് ആണ്, ചില ഫംഗസ് ആണ് അല്ലെ, എന്തൊക്കെയോ മറ്റ് സംതിങ് അല്ലെ ശരീരത്തില് ഡീപ്പായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് നടത്താനായിട്ട് നിർദ്ദേശിക്കും. അപ്പൊ എന്താണ് ക്ലിനിക്കൽ പാത്തോളജി നടത്തിയിട്ട് അതിന്റെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിന് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. അണുക്കൾ എന്തെങ്കിലും കയറി പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അത് ഏത് തരത്തിലുള്ള അണുക്കളാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അതിൽ ജസ്റ്റ് നോക്കാം ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയാം, ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ ബാക്ടീരിയോളജി ജസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബാക്ടീരിയ അത് ഒരു ബാക്ടീരിയയെ കുറിച്ചിട്ട് അല്ലെ, സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ബാക്ടീരിയ ആൻഡ് ദെയർ റിലേഷൻ ടു മെഡിസിൻസ്. അപ്പൊ നമുക്കറിയാം അത്തരത്തിലുള്ള ബാക്ടീരിയ വരുമ്പോൾ അത് എങ്ങനെയാ ബാക്ടീരിയയെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന മെഡിസിൻസ് അത് ഡോക്ടറിന് കറക്റ്റ് ആയിട്ട് നിർദ്ദേശിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഏത് തരത്തിലുള്ള ബാക്ടീരിയ അല്ലെ ബാക്ടീരിയയെ കുറിച്ചും അവയുടെ മെഡിസിനുമായി ബന്ധപ്പെട്ട വിവരത്തെ കുറിച്ചിട്ടുമുള്ള പഠനമാണ്. ആ ബാക്ടീരിയയെ നശിപ്പിച്ച് കളയാൻ ഇന്ന മെഡിസിനെ കൊണ്ട് സാധിക്കും അല്ലെ, എങ്കിൽ മാത്രമാണ് ഇന്ന പേഴ്സൺസിനെ നമുക്ക് ആ ഒരു മെഡിസിൻ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ബാക്ടീരിയോളജിയിൽ എന്തൊക്കെ തരത്തിലുള്ള ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണ് നമ്മുടെ സാമ്പിളുകൾ പരിശോധിച്ചിട്ട് നമ്മളെ മനസ്സിലാക്കിയാണ് ഇന്ന പ്രോബ്ലംസ് ഉണ്ട് അല്ലെ, അത് വീണ്ടും ഡീപ്പായിട്ട് നമ്മൾ ഒബ്സർവേഷൻ നടത്താനായിട്ട് ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുള്ളത് ഈ ഒരു ബാക്ടീരിയ കൊണ്ടാണ്. ഈ ബാക്ടീരിയയെ നമ്മൾക്ക് നശിപ്പിച്ച് കളയാനായിട്ട് എന്ത് മെഡിസിൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താ ബാക്ടീരിയോളജി വിഭാഗത്തിനെ സമീപിക്കേണ്ടി വരുന്നത്. നെക്സ്റ്റ് എന്താണ്
മൈക്രോ ബാക്ടീരിയോളജി. എന്താണ് മയോ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്? അതായത് ചില ഇതുകളുണ്ട് അല്ലെ, ചിലപ്പോ ചില ബാക്ടീരിയകൾ, മൈക്രോ ബാക്ടീരിയ എന്ന് വെച്ച് പറയുമ്പോൾ ചില വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ, സൂക്ഷ്മമായിട്ടുള്ള, അതെ, നമുക്ക് ചില വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മ ബാക്ടീരിയകളെ കണ്ടെത്തണമെങ്കിൽ അതിൻ്റെതായ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തണം. നമുക്കത് ഇപ്പോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷയരോഗങ്ങൾ, ട്യൂബർക്യുലോസിസ്, അതേമാതിരി തന്നെ ലെപ്രസി, കുഷ്ഠം പോലെയുള്ള അസുഖങ്ങൾ. ഓക്കെ, അതിലൊക്കെ സൂക്ഷ്മാണുക്കൾ അല്ലെ, നമുക്കതറിയാം, എല്ലാവർത്തേക്കൊക്കെ വ്യാപിക്കാനായിട്ട് സാധ്യത കൂടുതലുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ആ ഒരു പ്രത്യേകമായിട്ട് വീണ്ടും അതിനു വേണ്ടി മാത്രം ഒന്നുകൂടെയും ടെസ്റ്റുകൾ നടത്തും പറ്റാത്തതാണ് അല്ലെ. ജസ്റ്റ് നമുക്ക് എല്ലായ്പ്പോഴും ഒരു ചുമയൊക്കെ വരുന്നുണ്ട്, അപ്പൊ നമ്മള് ബ്ലഡും കാര്യങ്ങളൊക്കെ ആദ്യം ടെസ്റ്റ് ചെയ്യും, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. വീണ്ടും ഡോക്ടേഴ്സിന് അത് വിട്ട് മാറുന്നില്ലെങ്കിൽ എന്തോ സംതിങ് അല്ലെ, വീണ്ടും അവരുടെ ടെസ്റ്റും കാര്യങ്ങൾ നടത്തും. പിന്നെയാണ് അവർക്ക് അതിന്റെ ഒരു സംതിങ് അല്ലെ, ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു വിസ ടെസ്റ്റ് അല്ലെ, നമ്മള് ഈ പറഞ്ഞോണം ക്ഷയരോഗ നിർണയത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് ഒക്കെയാണത്. അപ്പൊ ആ ടെസ്റ്റിങ് നടത്തി കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഈ വ്യക്തിക്ക് ക്ഷയരോഗമാണ് ബാധിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ അത് സൂക്ഷ്മമായിട്ടുള്ള കണങ്ങളെ അല്ലെ, അതിലും സൂക്ഷ്മമായിട്ടുള്ള ബാക്ടീരിയകളെ വിവേചിച്ചറിയാൻ പറ്റാതെ വീണ്ടും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ, അതിനു വേണ്ടി മാത്രമുള്ള ടെസ്റ്റുകളൊക്കെയാണ് അത്. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് കുഷ്ഠരോഗമാണ് അല്ലെങ്കിൽ ക്ഷയരോഗമാണ്. അതിന്റെ ആ കോഴ്സ് അനുസരിച്ചിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും നിർദ്ദേശിച്ച് നമുക്ക് അറിയാം റിസൾട്ട് എന്ന് പറയുന്നത് ആ രോഗം മാറിക്കഴിയുമ്പോഴാണ് അതിന്റെ റിസൾട്ട് സക്സസ് ആവുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റുകളാണ് എന്താണ് മൈക്രോ ബാക്ടീരിയോളജിയിൽ വരുന്നത്. അപ്പൊ ബാക്ടീരിയോളജി ടെസ്റ്റിംഗ് നടത്തുമ്പോൾ എന്താണ് നടത്തുന്നത്? അവിടെ ബാക്ടീരിയ അല്ലെ, ജസ്റ്റ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും വരുന്ന ബാക്ടീരിയകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലും അതിസൂക്ഷ്മമായിട്ടുള്ള ബാക്ടീരിയകളെ കുറിച്ചിട്ട്, അതിസൂക്ഷ്മമായ ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ക്ഷയരോഗം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം. അടുത്തത് വൈറോളജി. വൈറോളജി എന്ന് പറയുമ്പോഴും എന്താണ്, ആ പേരിന്റെ മാത്രമേ തന്നെയുണ്ട് വൈറസ്. ഓക്കെ, വൈറസിനെ കുറിച്ചിട്ട് എന്ത് തരത്തിലുള്ള സ്റ്റഡി ഓഫ് വൈറസ്, എന്ത് തരത്തിലുള്ള വൈറസ് ആണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് കാര്യങ്ങളാണ് വൈറോളജിയിൽ വരുന്നത്. ഇൻ കേസ് നമുക്കറിയാം COVID-19 അല്ലെ, അതേപോലെ കോവിഡും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എൽബോ പോലെയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് അല്ലെ, പനികൾ, വ്യത്യസ്ത തരത്തിലുള്ള പനികളുണ്ട്. അപ്പൊ ഏത് തരം വൈറസ് ആണ് ഈ ഒരു പനിക്ക് കാരണമായിരിക്കുന്നത്, അതിനെ നശിപ്പിച്ച് കളയത്തക്ക വിധത്തിലുള്ള മെഡിസിൻസ് ഡോക്ടേഴ്സിന് നിർദ്ദേശിക്കും അല്ലെ. എല്ലാം ഒരേ വൈറസ് തന്നെ ആകണമെന്നില്ല അല്ലെ. അപ്പൊ ആ വൈറസ് ഏതാണെന്ന് കണ്ടെത്താനും അതിന് ഏത് മെഡിസിൻ ആണ് നിർദ്ദേശിക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്ന ടെസ്റ്റാണ് ഇത് വൈറോളജി. വൈറസുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ബാക്ടീരിയോളജി, ബാക്ടീരിയകളെ കണ്ടെത്താൻ, സൂക്ഷ്മ ബാക്ടീരിയകളെ കണ്ടെത്താൻ മൈക്രോബയോളജി, എന്താണ് വൈറോളജി, വീണ്ടും എന്താണ് മൈക്കോളജി. എന്താണ് മൈക്കോളജി എന്ന് പറയുന്നത്? ഓക്കെ, ഫംഗൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ. ഫംഗൽ ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ് വരാറ്? ഫംഗൽ ഇൻഫെക്ഷൻസ് പറയുമ്പോ എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ്? സ്കിന്നുമായി ബന്ധപ്പെട്ട ഡിസീസുകളൊക്കെ വരുന്ന ഇതുകളുണ്ട് അല്ലെ, ചില ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അതേപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ചൊറിച്ചില്, ഓക്കെ, സ്കിന്നൊക്കെ ആയിട്ട് നമുക്ക് ചില ഇതുകളൊക്കെ റിംഗോമൊക്കെ, അതായത് പുഴുക്കടി പോലെയുള്ള അസുഖങ്ങൾ അല്ലെ, അലർജി ഡിസീസസ്, ചിലപ്പോഴൊക്കെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് അല്ലെ, നമുക്ക് എന്താണ് ചില സംഭവങ്ങളൊക്കെ ആയിട്ട് ശ്വാസം മുട്ടും തുമ്മലൊക്കെ നമുക്ക് എപ്പോഴും വരും. എന്നുവെച്ചാൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അത് എന്തെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് കാര്യമാണ് മൈക്കോളജി. ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, മൈക്രോ ബാക്ടീരിയോളജി നമ്മൾ കണ്ടു. നോട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ചിലർക്കൊക്കെ അറിയാവുന്ന മാറ്റർ ആണ്, അതുകൊണ്ട് ചിലരൊന്നും നോട്ട് ചെയ്യണമെന്നില്ല. അറിയാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. കാരണം എന്തായാലും നമ്മളിപ്പോ ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു പോവുകയാണ് അല്ലെ. ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ മൈക്കോളജി എന്താന്ന് കണ്ടു. എന്താണ് പാരസൈറ്റോളജി? എന്താണ് പാരസൈറ്റോളജി എന്ന് പറയുന്നത്?
നമുക്കറിയാം അമീബ, പ്രോട്ടോസോവ പോലെയുള്ള സംഭവങ്ങൾ അല്ലെ, അതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്കെ പാരസൈറ്റ് നമുക്ക് അത്തരത്തിലുള്ള അല്ലെ ഈസ് ദ സ്റ്റഡി ഓഫ് പാരസൈറ്റ്. അത്തരത്തിലുള്ള എക്സാമ്പിളുകളാണ് എന്താണ് നമ്മുടെ അമീബ, പ്രോട്ടോസോവ പോലെയുള്ളവ. അത്തരത്തിലുള്ള ഇതുകൾ കയറിപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിലെ അല്ലെ അതിനെ നമുക്ക് നശിപ്പിച്ച് കളയേണ്ടതുണ്ടാവും. തീർച്ചയായിട്ടും അതും ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റിങ് കാര്യങ്ങൾ നടത്തിയാൽ മാത്രമാണ് അല്ലെ അങ്ങനെയുള്ള ഇത്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചിലപ്പോൾ ഫുഡൊക്കെ നല്ല രീതിയിൽ വേവിക്കാതൊക്കെ നമുക്ക് ഫാസ്റ്റ് ഫുഡ് അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തു പോയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോഴാണെങ്കിൽ നല്ല കുക്കിങ് കാര്യങ്ങൾ നടത്താത്തതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതിനൊക്കെ ഫുഡ് ഇൻഫെക്ഷൻസ് ഓക്കെ ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ പാരാസൈറ്റോളജി അതിന്റെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തും. എന്തുകൊണ്ടാണ് അല്ലെ എന്ത് പ്രശ്നം കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാരാസൈറ്റോളജി ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വിധേയമാക്കിയിട്ട് ഡോക്ടറിന് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതേമാതിരി തന്നെ വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം മലിനമായിപ്പെട്ടിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോഴും അല്ലെ പേഷ്യൻസ് അതായത് രോഗം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ആ ടൈമിലും ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാകേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് എന്താണ് ഇമ്മ്യൂണോളജി. എന്താണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്? ഇമ്മ്യൂണിറ്റി ഓക്കെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസസ്. അതായത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് പ്രതിരോധ ശേഷി അല്ലെ. ജനിച്ച കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കിട്ടാനൊക്കെ ആയിട്ട് ചെറുപ്പം മുതലേ നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കും അല്ലെ. പ്രത്യേകിച്ച് നമ്മൾക്ക് അറിയാം നമ്മുടെ ഇന്ത്യ പോലെയുള്ള അല്ലെ കേരളത്തിലൊക്കെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. പ്രതിരോധ ശേഷി അല്ലെ പ്രതിരോധ സംവിധാനം രോഗ പ്രതിരോധ സംവിധാനം. സാധാരണ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് പിടിപെട്ടാലും അതിനെ തടുക്കാനുള്ള ശേഷി ആർക്കുണ്ട്? സ്വാഭാവികമായിട്ടും ഓരോ ശരീരത്തിലുമുണ്ട് അല്ലെ ഹ്യൂമന്റെ ബോഡിക്ക് ഉണ്ട്. അത് ആർജിച്ചിരിക്കേണ്ടതുണ്ട് അല്ലെ. നമുക്ക് ആ ഇമ്മ്യൂണോളജിക്ക് എന്തെങ്കിലും തകരാറുണ്ട് എങ്കിൽ ഈ പറഞ്ഞ മാതിരി സ്വയം അല്ലെ ഓട്ടോമാറ്റിക്കലി അതും അസുഖങ്ങൾ ഉണ്ടാക്കാൻ ചാൻസുകളുണ്ട്. ആ പ്രതിരോധ ശേഷിക്ക് തകരാറുണ്ടെങ്കിലാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ടും കൂടി തയ്യാറാവും. ഇപ്പൊ രോഗപ്രതിരോധ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് ഇമ്മ്യൂണോളജി. ഇതിനെന്താണ് ഇത് മെഡിക്കൽ ബയോളജിക്കിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമുക്കറിയാം അത് പ്രധാനപ്പെട്ട എല്ലാ അസുഖങ്ങളും കയറി പിടിക്കാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആ പ്രതിരോധ ശേഷി കഴിവ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പൊ രോഗപ്രതിരോധ ശേഷി ആവശ്യമായ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ വീണ്ടും അത് സ്വയം രോഗപ്രതിരോധം നടത്താനായിട്ട് അതാണ് ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴും എന്താണ് അലർജി, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. രോഗപ്രതിരോധ സംവിധാനം വിവിധ പ്രതിരോധ മാർഗങ്ങളിലൂടെ അണുബാധയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതാണ് അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് ചിലർക്കൊക്കെ പെട്ടെന്ന് ഒരു മഴ കൊണ്ടാലൊന്നും പനി കാര്യങ്ങളൊന്നും വരില്ല. കാരണം അവരുടെ ബോഡിയിൽ പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലെ. അതേസമയം ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. നമുക്കറിയാം ഇമ്മ്യൂണിറ്റി കുറവുള്ള പേഴ്സൺസിന് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല ഇമ്മ്യൂണിറ്റി സ്വയം ഇങ്ങനെ ഇല്ലാതെ വരുന്ന അല്ലെ അത് വീണ്ടും അങ്ങനെ അസുഖങ്ങൾ വരാനായിട്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് റിയാക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഇതാണ് എന്താണ് ഇമ്മ്യൂണോളജി രോഗപ്രതിരോധ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള പഠനം. അപ്പൊ അപ്പോഴും ഈ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും ഇമ്മ്യൂണോളജിയുടെ കാര്യങ്ങൾക്ക് എന്താണ് അല്ലെ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവര് സെർച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തും. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത അങ്ങനെയുള്ളവർക്കാണ് അല്ലെ. സെറോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സിറം അല്ലെ. സ്റ്റഡി ഓഫ് സിറം ആണ് അതിന് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് അതിന് വരുന്നത് അല്ലെ. അവിടെ ബോഡി ഫ്ലൂയിഡ്സ് തന്നെയാണ് സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അതായത് നമുക്കൊരു ആന്റിബോഡി ഉണ്ട് അല്ലെ. നമ്മുടെ ആന്റിബോഡിയാണ് നമുക്ക് എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ അല്ലെ. പുറത്തുനിന്ന് എന്തെങ്കിലും കയറിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ആന്റിബോഡിയിലുണ്ട് അല്ലെ. ആന്റിബോഡിക്ക് പുറത്തുനിന്ന് വരുന്ന സംഭവങ്ങൾ അതായത് ഫീവർ ചിലപ്പോൾ ജോയിന്റ് പെയിനും കാര്യങ്ങളൊക്കെ എന്താണ് അത് വരുന്നത് നമ്മുടെ ശരീരത്തിനെ അതിനെ പ്രതിരോധിക്കാനായിട്ട് വരാത്തത് കൊണ്ടാണ് അല്ലെ. ആന്റിബോഡി അതിനനുസരിച്ചിട്ടുള്ള ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തുന്നത് സെറോളജി എന്നുള്ള
ആ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളും കൂടിയാണ് നമ്മുടെ ആന്റിബോഡി എത്രത്തോളം അല്ലേ അത് മറ്റു പുറത്തുനിന്നുള്ള ആന്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളാണ് സീറോളജിയിൽ വരുന്നത്. അപ്പൊ സ്റ്റഡി ഓഫ് സീറോളജി, സ്റ്റഡി ഓഫ് സീറോ എന്ന് പറയുന്നത് എന്താണ്, സീറോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊരു സയന്റിഫിക് സീറോളജിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് സിറം അല്ലെ, അത് ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ച് തന്നെ പഠിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? സിറമിൽ മറ്റു ശരീര ദ്രവങ്ങളുടെയും ശാസ്ത്രീയ പഠനമാണ് അല്ലെ, സിറത്തിന്റെയും മറ്റ് ശരീര ദ്രവങ്ങളുടെയും ശാസ്ത്രീയമായ പഠനമാണ് സിറോളജിയിൽ നടക്കുന്നത് അല്ലെ. സെറമിലെ ആന്റിബോഡികളുടെ രോഗനിർണയത്തിന്റെ സഹായം, സെറമിലെ ആന്റിബോഡികൾ എത്രത്തോളം ഉണ്ട് അല്ലെ, അതിന്റെ ആ രോഗനിർണയമാണ് ശരിക്കും ഇതിൽ വരുന്നത്. തീർച്ചയായിട്ടും അത് പ്രതിരോധിക്കാനായിട്ട് അല്ലെ, നമ്മുടെ ബോഡിയിൽ തീർച്ചയായിട്ടും ആന്റിബോഡികൾ ഉണ്ട് അല്ലെ, അത് എത്രത്തോളം അത് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല? പുറത്തു നിന്ന് എന്തെങ്കിലും ആന്റിബോഡി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആന്റിബോഡിക്ക് അതിനെ തടുത്തു നിർത്താനായിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു ഇതാണ്, ശാഖയാണ് എന്തെന്ന് പറയുന്നത്, സീറോളജി. ക്ലിയർ ആയോ? അതായത് പുറത്തുനിന്ന് ഫോറിൻ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. സൈറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലെ സെല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്, സെല്ലിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈറ്റോളജിയിൽ വരുന്നത്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ സെല്ല് നമ്മുടെ കോശത്തിന് എന്തൊക്കെയാണ് സാധാരണയായിട്ട് എന്താണ് കോശങ്ങളിൽ അല്ലെ എവിടെയെങ്കിലും കുട്ടികളുണ്ടോ, ചിലപ്പോ അതിന്റെ ഘടന അല്ലെ, ആ ഘടനയ്ക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉള്ളത് കൊണ്ടാണോ? ഓരോ സെല്ലിന്റെയും ഘടനയ്ക്കൊക്കെ അതിൻ്റെതായ രീതി വേണം അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലിനും അത് ചിലത് വലുതാവാനോ ചെറുതാവാനൊന്നും പാടില്ല, അതിൻ്റെതായ രീതിയിൽ തന്നെ ഘടന ശരിയിരിക്കണം അല്ലെ. ചിലതൊക്കെ വലുപ്പം കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിലതൊക്കെ ചുരുങ്ങി പോവുകയാണെങ്കിൽ, കുറച്ചു നാളൊക്കെ ഈ സെല്ലിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ സെല്ല് ചുരുങ്ങിപ്പോയി, അങ്ങനെയാണെങ്കിൽ തന്നെ അസുഖങ്ങൾ അല്ലെ റിയാക്ട് ചെയ്യും, അത് അസുഖങ്ങളായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പൊ ആ സെല്ലിന്റെ ഒരു ചുരുങ്ങലാണ് അല്ലെങ്കിൽ സെല്ലിന്റെ അകൽച്ച വന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പൊ നമുക്ക് തണ്ടൽ വേദനയൊക്കെ അനുഭവിക്കപ്പെടുമ്പോഴൊക്കെ കുറച്ചൊക്കെ നമുക്ക് അറിയാം അല്ലേ. ചിലപ്പോ ഒക്കെ ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴും ചില സെല്ലുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ നാള് എന്താ പറയാ അല്ലെ, അത് സെല്ലിനൊക്കെ ചിലപ്പോഴൊക്കെ ചില ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ സൈറ്റോളജിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നടത്തുമ്പോഴാണ് അത് ഡോക്ടേഴ്സിനെ ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇങ്ങനെയുള്ള കോശങ്ങൾക്ക് അല്ലെ ആ ഘടനയ്ക്കൊക്കെ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ക്ലിയർ ആയോ? പാരസൈറ്റോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആണ്. അതായത് അമീബ അല്ലെങ്കിൽ പ്രോട്ടോസോവ പോലെയുള്ള സംഭവങ്ങൾ അല്ലെ നമ്മുടെ ശരീരത്തിലേക്കൊക്കെ അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അവർക്കൊക്കെ എന്താ പറയുക നമ്മുടെ ശരീരത്തിന് എന്താ പറയുക കാർന്ന് തിന്നാനുള്ള ശേഷിയുണ്ട് അല്ലെ. അപ്പൊ അത് നശിപ്പിച്ച് ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് അങ്ങനെയാണ് അല്ലെ. ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ വേണ്ടാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതായത് അമീബ പോലെ അല്ലെങ്കിൽ പ്രോട്ടോസോവ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് സാധാരണ നോർമലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നവയൊക്കെ നശിപ്പിച്ച് കളയാനും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിപ്പിക്കാനൊക്കെ ആയിട്ട് സാധ്യതയാണ്. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് ഒരു കാര്യങ്ങൾ അല്ലെ പാരസൈറ്റോളജിയുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിന്റെ ബേസിലാണ് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നടത്തി അതിനെയൊക്കെ നശിപ്പിച്ച് കളയാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതിനോടൊക്കെ പ്രതികരിച്ച് പിന്നെ അവസാനം നമുക്ക് അസുഖങ്ങളൊക്കെ ഭേദമാക്കാനൊക്കെ സാധിക്കും. പ്രധാനമായിട്ടും ഫുഡ് ഇൻഫെക്ഷനും അതേപോലെ തന്നെ വെള്ളം അല്ലെ മലിനമാക്കപ്പെട്ട കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള
മാത്രമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് പാരസൈറ്റോളജിയിലെ ടെസ്റ്റിങ്ങുകൾക്കൊക്കെ വിധേയമാകേണ്ടതായിട്ടൊക്കെ വരും. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല കേട്ടോ. പക്ഷെ വെറുതെ നിങ്ങൾക്ക് പേര് മാത്രം പറഞ്ഞു പോവുക എന്നുള്ളത് കൊണ്ട് അല്ലെ ഇതാവില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ചിലപ്പോഴെങ്കിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോഴെങ്കിലും അങ്ങനെ എന്താണ് വൈറോളജി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കുന്ന മാത്രമേ തന്നെ അറിയാം അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡിയാണ്, അല്ലെങ്കിൽ എന്താണ് അതില് പ്രധാനമായിട്ട് സൈറ്റോളജിയിൽ സെല്ലിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് കൗണ്ട് ചെയ്യുക, ഇതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഈ സ്റ്റഡി കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കറിയാം അതിന്റെ റിസൾട്ട് ഡോക്ടറിന് അതിന്റെ ഡയഗ്നോസിസ് അല്ലെ രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. അപ്പൊ ചിലപ്പോഴെങ്കിലും ഇത് എന്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറയേണ്ടതുണ്ടല്ലോ, അതുകൊണ്ടാണ്. തന്നെ നെക്സ്റ്റ് നോക്കാം, എന്താണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഇവിടെ നമുക്ക് അറിയാം അത് ബയോകെമിസ്ട്രിയിലെ ക്ലിനിക്കൽ ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാം. അതായത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ട് ശരീരദ്രവങ്ങൾ നമ്മൾ വിശകലനം ചെയ്യാം അല്ലെ, നമ്മൾ പരിശോധിക്കാം. എന്തെങ്കിലും നമ്മൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ നടത്തുന്നതിന്റെ അല്ലെ ആ പാത്തോളജിയുടെ ഒരു ഉപവിഭാഗം എന്നാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി വരുന്നത്. അതായത് നമ്മൾ രോഗനിർണയത്തിനും ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫ്ലൂയിഡ്സ് ഒക്കെ ടെസ്റ്റിങ്ങുകളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തും. അതിന്റെ വിശകലനം ചെയ്യുന്ന അല്ലെ ഒരു ഉപവിഭാഗമാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നത്. അതായത് രോഗനിർണയവും ചികിത്സയും പ്രതിരോധ രോഗ നിരീക്ഷണമൊക്കെ പിന്തുണയ്ക്കുന്നതിന് അല്ലെ ബയോകെമിക്കൽ അളവുകൾ ഉപയോഗിക്കുന്നത്. അതായത് കെമിക്കലിന്റെ ഉപയോഗത്തോട് കൂടിയിട്ട് നമ്മൾക്ക് റിസൾട്ട് കണ്ടെത്തുന്നു. ചില ടെസ്റ്റുകളെല്ലാം നമ്മുടെ ഇതില് ലാബില് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും അല്ലെ, ഉണ്ടാവാറില്ലേ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ചില ടെസ്റ്റുകളൊക്കെ അതിൻ്റെതായ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തുന്നത്. സാധാരണയായിട്ടുള്ള നമ്മുടെ ക്ലിനിക്കൽ പാത്തോളജി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ അത് ഇച്ചിരി കൂടി ഓക്കെ അതിന്റെ ആ ഒരു സാധാരണയായിട്ട് നമുക്കിപ്പോ ഹോർമോണിക് ആയിട്ടുള്ള ഹോർമോൺ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് നാച്ചുറലി നമുക്കറിയാം ചിലതൊക്കെ അതിന്റെ ടൈമിൽ തന്നെ നമുക്ക് ചിലതൊക്കെ റിസൾട്ട് കിട്ടും അല്ലെ. ചിലതിന്റെ റിസൾട്ട് ഒക്കെ കുറച്ച് വൈകി ഡിലേ ആയിട്ടാണ്. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാസവസ്തുക്കളൊക്കെ ഓക്കെ തൈറോയിഡ് കാര്യങ്ങളൊക്കെ ആ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ടൈം എടുത്തിട്ടൊക്കെയാണ് അതിന്റെ റിസൾട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതില് എക്സാമ്പിൾ താഴെ തന്നെ പറയുന്നുണ്ട് ഹോർമോൺ അസസീസ് എന്ന് വെച്ചാൽ ഹോർമോൺ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ നമുക്കറിയാം അതൊക്കെ ഇച്ചിരി കൂടി ഡീപ്പായിട്ടുള്ള ടെസ്റ്റുകളാണ്. തൈറോയിഡ് അല്ലെങ്കിൽ നമുക്കറിയാം ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതല്ലെങ്കിൽ നമ്മുടെ അല്ലെ വളർച്ച ഹോർമോണുകളെ കുറിച്ചിട്ടൊക്കെ കൾച്ചർ ചെയ്യുന്നത്. ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി കൂടി ഡീപ്പായിട്ട് തന്നെ ഇത് ചെയ്യേണ്ടതായിട്ട് അല്ലെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട്. അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഉപവിഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് കെമിസ്ട്രി അല്ലെ രാസപ്രവർത്തനത്തിന്റെയും കൂടി ഒരു ടെസ്റ്റിംഗും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നത് ഇവിടുത്തെ ബയോകെമിക്കൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ എൻസൈമുകൾ അല്ലെ കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡുകൾ പ്രോട്ടോൺ അതായത് പലതരത്തിലുള്ള ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി എന്താണ് അല്ലെ എൻസൈംസ് എന്ന് പറയുമ്പോൾ റെസ്പിറേഷൻ പോലെയുള്ള കൂടുതൽ എന്താണ് പ്രോബ്ലംസ് ഡൈജഷൻസ് ഒക്കെ ജസ്റ്റ് ഒരു ടെസ്റ്റിങ് കാര്യങ്ങൾ നടത്തുമ്പോൾ ഡോക്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവിടെ കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ DNA പോലെയുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. പിന്നെ എന്താണ് എനർജി അല്ലെ സാധാരണയായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് എനർജി കാര്യങ്ങൾ ആവശ്യമാണ്. അതനുസരിച്ചിട്ട് നമുക്ക് ചില എനർജി അല്ലേ നമ്മൾ ഫുള്ളായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും പക്ഷെ ആ ഒരു എനർജി കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഇച്ചിരി കൂടി ഡീപ്പായിട്ട് എന്തുകൊണ്ടാണ് അത് കിട്ടാൻ പറ്റാത്തത്, എന്തെങ്കിലും സെല്ലുകളിൽ അല്ലെ എന്തെങ്കിലും കാരണത്തിലുള്ള വസ്തുക്കൾ സംഭവങ്ങളെല്ലാം രോഗാണുക്കളെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണോ
ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിനൊക്കെ കൂടി ഡീപ്പായിട്ടൊക്കെ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അതേമാതിരി തന്നെ വൈറ്റമിൻസ് അല്ലെ, വൈറ്റമിൻസ് എ നമുക്കറിയാം പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട് അല്ലെ, അതിന്റെയൊക്കെ ടെസ്റ്റുകൾ അല്ലെ, സിറോയിഡൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൂഫായിട്ടുള്ള സംഭവങ്ങൾ മൊത്തത്തിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ അല്ലെ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതായത് കെമിക്കലിന്റെ റിയാക്ഷൻ കൂടി നോക്കിയിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തുന്നതാണ് കെമിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അതൊരു സാധാരണയായിട്ട് ക്ലിനിക്കൽ പാത്തോളജിയുടെ ഒക്കെ ഒരു ഉപഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടു ക്ലിനിക്കൽ പാത്തോളജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വരുന്നത് അല്ലെ. അതിന്റെ ടെസ്റ്റിംഗും കാര്യങ്ങളുടെ റിസൾട്ടുകളുടെ ഫലം കണ്ടെത്തുക അല്ലെ, അതും ഇത് ഏത് തരത്തിലുള്ള വൈറസോ ഫംഗസ് ഒക്കെയാണ് കയറി പറ്റിയിരിക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് വീണ്ടും ടെസ്റ്റിംഗ് നടത്തുന്നു. വീണ്ടും നമ്മൾ ഒന്നും കൂടി അല്ലെ ഏറ്റവും കൂടി ഡീപ്പായിട്ടുള്ള ടെസ്റ്റിംഗുകൾ വരുന്നതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നത്. അതും ഇത്തരത്തിലുള്ള ഹോർമോൺ പോലെയുള്ള അനാലിസിസ് ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. ഹോർമോൺ അനാലിസിസിൽ കൂടുതൽ വരുന്നത് എന്താണ്, കൂടുതൽ വരുന്നത് നമ്മുടെ തൈറോയിഡ് പോലെയുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ, വളർച്ചാ ഹോർമോണുകളൊക്കെ അതൊക്കെ കറക്റ്റ് വരുന്നില്ല ടെസ്റ്റും കാര്യങ്ങളും വരും. അപ്പോൾ ലാസ്റ്റ് ഹോർമോൺ അസൈസ് ആണ്. അതിൽ നമ്മൾ കണ്ടു ഹോർമോണുമായി ബന്ധപ്പെട്ട് അല്ലെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെയോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ തകരാറുകൾ, അതേമാതിരി തന്നെ PCOD അല്ലെ നമ്മുടെ സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇതോടെ ഡിലേ ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തുന്നതൊക്കെ എന്താണ് ഹോർമോൺ അസൈസ് എന്നുള്ള ആ ഒരു ടെസ്റ്റിംഗ് കാര്യങ്ങളിലൂടെയാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ടെസ്റ്റിങ്ങും കാര്യങ്ങളും എന്താണ് ജസ്റ്റ് ഇതിന്റെ ഒരു പേരുകൾ മാത്രമേ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അപ്പോ അത്രയും കാര്യങ്ങള് ജസ്റ്റ് മനസ്സിലാക്കി പോവുക, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ചെറിയതായിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വിവരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മള് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. ജസ്റ്റ് അതിന്റെ ഒരു ഐഡിയ മാത്രം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്താന്നുള്ളതിന്റെ ഐഡിയ എന്തെങ്കിലും കിട്ടിയോ? മോയം പറയേണ്ടതുണ്ടോ? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. കൂടുതലായിട്ട് അതിലെ ബയോകെമിക്കൽ ഒക്കെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് വിവിധ ബയോകെമിക്കൽ പ്രവർത്തനങ്ങളുടെ എൻസൈമുകൾ, കാർബോഹൈഡ്രേറ്റ്, ലിക്വിഡുകൾ, പ്രോട്ടീൻ, നോൺ പ്രോട്ടീൻ കരൾ പ്രവർത്തനം, അതായത് നമ്മുടെ ഫങ്ഷൻ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഫങ്ഷൻ, ഡൈജഷൻ ഫങ്ഷൻ ആവാം, അല്ലെങ്കിൽ ഹോർമോൺ ഫങ്ഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ് അല്ലെ നമ്മുടെ ന്യൂറോയുമായി ബന്ധപ്പെട്ട ഒരു ഫങ്ഷൻ, എല്ലാ തരത്തിലുള്ള വലിയ ഫങ്ഷൻസുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അല്ലെ, അതിന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ അല്ലെ. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഫങ്ഷൻ നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലെ. ബ്രെയിനിന്റേതായ പ്രവർത്തനം നടത്തുന്നുണ്ട്, എന്താണ് സ്റ്റൊമക്കിന്റേതായ പ്രവർത്തനം നടത്തുന്നത്, എല്ലാം അല്ലെ. എല്ലാ തരത്തിലുള്ള ഫങ്ഷനുകളും ശരിയായിട്ട് നടന്നാൽ മാത്രമാണ് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഈ എൻസൈമുകളെല്ലാം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോയില്ല എങ്കിൽ ചില രാസപ്രവർത്തന ടെസ്റ്റുകൾക്ക് വിധേയമാക്കേണ്ടതായിട്ട് വരും.
സാധാരണ രീതിയിലുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്താതെ നമുക്ക് ഇച്ചിരി കൂടി ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള രാസപ്രവർത്തന ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടതായി. അപ്പൊ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ അത് ബ്ലഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാത്രം ഡൈജഷൻ സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നെർവിന്റെ ഫംഗ്ഷൻ അല്ലെ, അതിന്റെ നെർവിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണെങ്കിലും അല്ലെ, എല്ലാത്തിന്റെ എൻസൈംസുകളൊക്കെ ചിലപ്പോഴൊക്കെ ഈ രാസപ്രവർത്തന ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് വിധേയമാക്കിയാലാണ് അത്തരത്തിലുള്ള റിസൾട്ട് കണ്ടെത്തിയിട്ട് ഡോക്ടറിന് ഡയഗ്നോസിസ് രോഗനിർണയം എന്താണെന്നുള്ളതും തുടർ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് അവർക്ക് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരം ടെസ്റ്റുകളാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അതില് ഹോർമോൺ അസസിങ് എന്ന് പറയുമ്പോൾ ഹോർമോണുമായി ബന്ധപ്പെട്ട ഹോർമോൺ നമുക്കറിയാം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, അങ്ങനെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് അല്ലെ, അതിപ്പോ ഒന്നും പഠിച്ചെത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് വെച്ചാണ് ഞാൻ തുടങ്ങണേന്നാണ് എനിക്ക് അറിയാൻ പാടുള്ളത്, കാരണം അതിന് വേണ്ടി കാര്യങ്ങളുണ്ട്. അപ്പൊ ജസ്റ്റ് ഹോർമോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതും ഡീപ്പായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിലും ഈ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി പോലെയുള്ള ടെസ്റ്റുകൾക്കാണ് വിധേയമാക്കേണ്ടി വരുന്നത്. ജസ്റ്റ് അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ജസ്റ്റ് തന്നെ വായിച്ചു നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഭാഗങ്ങൾ അത്രയും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടതുള്ളത് കൊണ്ട് എന്നാ, പക്ഷെ എവിടെ തുടങ്ങണമെന്നോ അല്ലെ ഡീപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരവർ കൊണ്ടെങ്കിലും തീർക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇത്രയും ഓർമ്മിപ്പിച്ചത്. എന്തായാലും ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകാം. അടുത്ത് തുടങ്ങി നമുക്ക് അത്രയും വലിയ കുട്ടികൾ ഉണ്ടാവില്ല, വലിയ പ്രശ്നമില്ലാതെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു.